സുരക്ഷിതത്വത്തിനുള്ള അവകാശം, വിവരങ്ങൾ അറിയാനുള്ള അവകാശം, തെരഞ്ഞെടുക്കാനുള്ള അവകാശം, കേൾക്കാനുള്ള അവകാശം, പരിഹാരം നേടാനുള്ള അവകാശം, ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം എന്നിവയാണ് 2019 ദേശീയ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ വരുന്ന അവകാശങ്ങൾ. ദേശീയ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ പ്രസിഡന്റായി നിയമിക്കാനുള്ള യോഗ്യത സേവനമനുഷ്ഠിച്ചതോ വിരമിച്ചതോ ആയ സുപ്രീം കോടതി ജഡ്ജാണ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ പരമാവധി 34 ആണ്. 34 ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി എന്ന സൈനിക യൂണിറ്റിലെ അംഗമായിരുന്നു മംഗൾ പാണ്ഡെ. മംഗൾ പാണ്ഡെയെ ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് 1984-ലാണ്. 1984 താക്കർ കമ്മീഷനാണ് ഇന്ദിരാഗാന്ധി വധം അന്വേഷിച്ചത്. ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂണിലാണ്. ഡെറാഡൂണിലാണ് ഇന്ത്യൻ സൈനിക അക്കാദമി സ്ഥിതി ചെയ്യുന്നതും. സൈനിക സഹായ വ്യവസ്ഥ അഥവാ സബ്സിഡിയറി അലയൻസ് സിസ്റ്റം നടപ്പിലാക്കിയത് റിച്ചാർഡ് വെല്ലസ്ലി പ്രഭുവാണ്. റിച്ചാർഡ് വെല്ലസ്ലി പ്രഭുവാണ് ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ചത്. ബംഗാൾ കടുവ പ്രധാനമായും കാണപ്പെടുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറ് അതിർത്തി ഹിന്ദുക്കുഷാണ്. ഹിന്ദുക്കുഷ് പർവ്വതനിരയുമായി ബന്ധപ്പെട്ട പ്രധാന ചുരം പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും ബന്ധിപ്പിക്കുന്ന ഖൈബർ ചുരമാണ്. ബോംഡില ചുരം അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നു. ടിബറ്റൻ പീഠഭൂമിയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമി. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് മിനറൽ സ്റ്റോറേജ് ഓഫ് ഇന്ത്യ അഥവാ ഇന്ത്യയുടെ ധാതുശേഖരം എന്നറിയപ്പെടുന്നത്. ധാതുസമ്പന്നമായ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ജാർഖണ്ഡ് ആണ്. ജാർഖണ്ഡ് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ആദിവാസി നേതാവാണ് ബിർസ മുണ്ട. ബിർസ മുണ്ടയുടെ നേതൃത്വത്തിൽ നടന്ന പ്രസ്ഥാനം ഉൾഗുലാൻ എന്നറിയപ്പെടുന്ന ആദിവാസി പ്രസ്ഥാനമാണ്. ആദിവാസികളുടെ ഗാന്ധി എന്നറിയപ്പെടുന്നത് തക്കർ ബാപ്പയാണ്.